മഹാഭാരതത്തിലെ ചില സംഭവങ്ങൾക്ക് ശാസ്ത്രീയമായി അംഗീകരിച്ച തീയതി അഥവാ വർഷം എന്നിവയ്ക്ക് കൃത്യമായ തെളിവില്ല. പക്ഷേ ഗവേഷകർ, പ്രധാനമായും BN നരഹരിയാചാർ, നീലേഷ് നീലകാന്ത് ഓക് എന്നിവരുടെ ഖഗോള കണക്കുകൂട്ടുകൾ, അതായത് ആസ്ട്രോണമിക്കൽ റെഫറൻസസിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശ കണക്കുകൾ അഥവാ ഡേറ്റുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇവയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈം ലൈൻ ഏകദേശം BC 3100 മുതൽ 3000 കാലഘട്ടം വരെയാണ്. അങ്ങനെ അടിസ്ഥാനമാക്കിയ 20 പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹസ്തിനാപുരത്തിന്റെ രാജാവായ ശന്തനു ഒരിക്കൽ ഗംഗാനദിയുടെ തീരത്തെത്തിയപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഗംഗാദേവിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശന്തനു അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അവളെ വിവാഹം ചെയ്തു. കുരുവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. ആ വിവാഹം നടന്നതായി കണക്കാക്കുന്നത് ഏകദേശം BC 3200 വർഷക്കാലത്തിൽ ആയിരുന്നുവെന്ന് അനുമാനിക്കുന്നു. അവരുടെ മകനായി കുരുവംശത്തിന്റെ തിലകക്കുറിയായി ൽ ഭീഷ്മർ എന്ന് അറിയപ്പെടുന്ന കുരുവംശത്തിന്റെ പിതാമഹൻ ദേവവ്രതൻ ജനിച്ചത് BC 3180 ആണ് എന്ന് കണക്കാക്കുന്നു. പിന്നീട് മഹാഭാരത കഥയെ തന്നെ മാറ്റിമറിച്ച ഒരു നിർണായക സംഭവം, ശന്തനു സത്യവതി വിവാഹം. അതിലൂടെ കൗരവ പാണ്ഡവരുടെ കഥ ആരംഭിച്ചു. അതിനിതിവൃത്തമായ ഈ വിവാഹം നടന്നത് BC 3160 കാലഘട്ടത്തിൽ ആകുന്നു. സത്യവതിയുടെ മക്കളായ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്നിവരിൽ ചിത്രാംഗതൻ മരണമടഞ്ഞതിനെ തുടർന്ന് വിചിത്രവീര്യൻ രാജ്യഭാരം ഏൽക്കുകയും കാശിപുത്രികളായ അംബിക, അംബാലികമാരെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നാലെ അദ്ദേഹം മരണം വരിച്ചു. അദ്ദേഹത്തെ വിധി തട്ടിയെടുത്തതായി കണക്കാക്കുന്ന കാലമാകുന്നു BC 3140. വിവാഹം കഴിഞ്ഞു. അധികം താമസിക്കാതെ തന്നെ മഹാരാജാവ് മരിക്കുകയും വംശം നിലനിർത്താൻ ആരുമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ വംശം തുടരാൻ മറ്റൊരാളുടെ സന്താനം നേടുക എന്ന പ്രാചീന രീതിയായ നിയോഗം എന്ന കർമ്മത്തിലൂടെ അംബിക, അംബാലികമാർ തങ്ങളുടെ ഭർത്താവ് മരിച്ച് 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം BC 3135 കാലത്ത് വ്യാസനിൽ നിന്നും ഗർഭവതികൾ ആകുന്നു. അങ്ങനെ അവർ ധൃതരാഷ്ട്ര പാണ്ഡുമാർക്ക് ജന്മം നൽകുന്നു. ശേഷം 15 വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം BC 3120 ശൈശവ വിവാഹമെന്ന സമ്പ്രദായത്തിൽ രാജകുമാരന്മാർ വിവാഹം കഴിക്കുകയും കൗരവ പാണ്ഡവന്മാർ ജനിക്കുകയും ചെയ്തു. പിന്നീട് കുമാരന്മാർ ഏകദേശം BC 3110, 3100 കാലഘട്ടങ്ങളിൽ ദ്രോണർക്ക് കീഴിൽ വിദ്യാഭ്യാസം നടത്തുകയും ഉണ്ടായി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുമാരന്മാർ ക്രൂരതകൾ ചെയ്തു. മറ്റുള്ളവർ അവരുടെ ക്രൂരതയ്ക്ക് പാത്രമാകുകയും ചെയ്തു. കാലങ്ങൾ പിന്നിട്ടു. അങ്ങനെ വെറും 20 വയസ്സോ അല്ലെങ്കിൽ അതിനോടടുപ്പിച്ചോ വരുന്ന പാണ്ഡവ കുമാരന്മാർ കുന്തിയോട് കൂടി വാരണവർത്തത്തിൽ പീഡകളെ അതിജീവിച്ചു. അങ്ങനെ കഴിയവേ ഏകദേശം BC 3091 കാലഘട്ടത്തിൽ പാഞ്ചാലിയെ അർജുനൻ ഭരിക്കുന്നു. ശേഷം ഏകദേശം 3085 സമയങ്ങളിൽ ഇന്ദ്രപ്രസ്ഥം സ്ഥാപിക്കുകയും BC 3080കളിൽ യുധിഷ്ഠിരൻ രാജസൂയം നടത്തുകയും ചെയ്യുന്നു. അധികം താമസിക്കാതെ തന്നെ ശകുനി വിരിച്ച വലയാകുന്ന ചൂതിൽ പാണ്ഡവന്മാർ കുടുങ്ങുന്നു. തുടർന്ന് വനവാസവും അജ്ഞാതവാസവും. ഏകദേശം BC 3075, 3061 കാലഘട്ടത്തിൽ പാണ്ഡവർ ഇത് അനുഷ്ഠിച്ചു. തിരികെ വന്ന പാണ്ഡവർ കൃഷ്ണന്റെ നേതൃത്വത്തിൽ BC 3060 മുതൽ 5 മുതൽ 6 വർഷത്തേക്ക് സമാധാനപരമായ സമീപനം കൗരവരുടെ അടുത്തേക്ക് നടത്തിയെങ്കിലും അതൊന്നും അവർ കണ്ടതായും കേട്ടതായും നടിച്ചില്ല. എന്നു മാത്രമല്ല, കൂടുതൽ പ്രകോപന സമീപനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി BC 3067 നവംബർ 22 കുരുക്ഷേത്രം എന്ന ആ ചരിത്ര യുദ്ധം ആരംഭിക്കുന്നു. മേൽപ്പറഞ്ഞ ഈ തീയതികൾ ചരിത്രപരമായ ഉറച്ച തെളിവുകൾ അല്ല. ഗ്രന്ഥപരാമർശങ്ങൾ, ഗവേഷകരുടെ കണക്കുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ളവയാകുന്നു.